ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയും ഗോകുലും കൂടി പുഴയോരത്ത് നിൽക്കുന്ന ഫോട്ടോസ് അവന്തിക തന്നെ മൊബൈലിൽ പകർത്തിയെടുക്കുകയാണ്. അർച്ചനയ്ക്കായിട്ട് താൻ ഒരുക്കിയിരിക്കുന്ന കെണിയിലേക്ക് അവൾ സ്വയം വന്നെത്തിയതാണെന്നും അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവളുടെ ഈ സ്വതന്ത്രമായ ജീവിതം, അവൾ ഇപ്പോഴും ഒന്നും അറിയാതെയുള്ള ഓർമ്മകൾ നഷ്ടപ്പെട്ട അവളുടെ ഈ ജീവിതത്തിൽ ഇനി ഉടനീളം അവൾ അങ്ങനെ തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുകയും ഇനിയും സച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളിലേക്ക് വന്നാൽ പോലും സച്ചിയിലേക്ക് ഒരു തിരിച്ചു വരവോ ഒരു തിരിച്ചു മടക്കോ അവൾക്കുണ്ടാകാൻ പാടില്ല എന്നും അതുകൊണ്ട് തന്നെ ഈശ്വരൻ തനിക്കായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുകയായിരുന്നെന്നും തന്റെ കൈകൾ കൊണ്ട് തന്നെ അവളുടെ രണ്ടാം വിവാഹം താൻ തന്നെ നടത്തുമെന്നും അവന്തിക മനസ്സിൽ കുറിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവന്തിക നിൽക്കുമ്പോഴാണ് അവിടെ ശാരടി മാഷിനെ കാണുവാനായി ക്ഷേത്രത്തിലേക്ക് കമലമ്മ എത്തിയത്. തന്റെ വീട്ടിൽ വെച്ച് സംഭവിച്ച ചത്തുകിടന്ന ആ നാഗത്തെ കണ്ടതിനെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് തനിക്കുണ്ടായ ആശങ്കകളെക്കുറിച്ചും ഒക്കെ കമലമ്മ ശാരടി മാഷിനോട് സംസാരിക്കുന്നു. അത് ശാരടി മാഷ് എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും കമലമ്മയോട് പറഞ്ഞു, ഇവിടെ പെൺകുട്ടിക്ക് ഒരു പുനർജന്മം ലഭിച്ചുവെന്നും ആ കുട്ടി ആ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയും ആ പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ബലിതർപ്പണം നടത്തുന്നതിൽ ആവശ്യകതയില്ല. ഇനി അഥവാ അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ മരിച്ചുപോയ അല്ലെങ്കിൽ ഇല്ലാതായിരിക്കുന്ന എന്ന് പറയുന്ന ആ ആത്മാവിന് വേണ്ടിയുള്ള ആത്മശാന്തിയല്ല, അതെപ്പോഴേ ആ ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇനി കിട്ടേണ്ട ശാന്തി നിങ്ങളുടെ മനസ്സിനാണ്, ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിനുള്ള ശാന്തിയാണ്. അതിനുവേണ്ടി ഇങ്ങനെ ഒരു ബലിതർപ്പണം നടത്തുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ ഒരു ബലിതർപ്പണം നടത്തിയാൽ മാത്രം മതി എന്നതായിരുന്നു കമലമ്മയുടെ ശാരടി മാഷ് അറിയിച്ചത്. അതോടെ പിന്നെ ഈ നാഗങ്ങൾ മരിക്കുന്നത്, അത് ഈ ലോകത്ത് കുറെ അധികം നാഗങ്ങളുണ്ട്. അവർ ചത്തുപോകുന്നതും നമ്മൾ കാണാറില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണിൽ അങ്ങനെ ഒരു കാഴ്ച കാണുന്നു. ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയാണോ, നമ്മുടെ സാഹചര്യം എങ്ങനെയാണോ, അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന നമ്മുടെ ചിന്തകളെല്ലാം. അതുകൊണ്ടാണ് കമലമ്മയ്ക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ കാരണം. അതുകൊണ്ട് ഈ മനസ്സിന്റെ ഒരു ആത്മശാന്തിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നതിൽ വിരോധവുമില്ല എന്നും ശാരടി മാഷ് പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങുന്നു. അപ്പോഴേക്കും അവന്തികയും ഗോകുലും അർച്ചനയും കൂടി അവര് 4 പേരും അവിടെയുള്ള റിസോർട്ടിലേക്ക് എത്തി. അവിടെ എത്തിയതിനു ശേഷം ആ റിസോർട്ടിലേക്ക് ചെന്ന അവന്തിക അസോസിയേറ്റ്സിന്റെ പേരിൽ താൻ 2 റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് റിസപ്ഷനിസ്റ്റിനോട് പറയുന്നു. ഉടനെ തന്നെ അവിടുത്തെ അറ്റൻഡറെ വിളിച്ച് അവർക്കായി മാറ്റിവെച്ചിരിക്കുന്ന ആ റൂമുകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാനും ലഗേജ് എടുത്തുകൊണ്ട് പോകാനുമായിട്ട് ആ റിസപ്ഷനിസ്റ്റ് പറയുമ്പോഴേക്കും ഗോകുല് താൻ തന്നെ ചെയ്തോളാമെന്നും റൂം കാണിച്ചാൽ മതിയെന്നും ലഗേജൊക്കെ താൻ പിടിച്ചോളാമെന്നും ഗോകുൽ അറിയിക്കുന്നു. അങ്ങനെ അവർ 4 പേരും കൂടി 2 റൂമുകളിലേക്കായിട്ട് പോകുന്നു. റൂമിൽ 2 റൂം അടുത്തടുത്തായതുകൊണ്ട് ആദ്യത്തെ റൂമിനടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഉടനെ അവന്തിക പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, ഒരു റൂം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ, മറ്റൊരു റൂം ഞാനും അമ്മയും കൂടി ഷെയർ ചെയ്തോളാം എന്ന് പറഞ്ഞ് ശോഭയും വിളിച്ചുകൊണ്ട് അവന്തിക പോകാൻ തുടങ്ങുമ്പോൾ ഗോകുലും അർച്ചനയും കൂടി ആ റൂമിലേക്ക് കയറാൻ തുടങ്ങുന്ന നേരത്ത് അവന്തിക പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, അതെ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് രാത്രിയിൽ 7 മണിക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സർപ്രൈസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് അപ്പോ അതിനുവേണ്ടി റെഡി ആയിട്ട് വരണമെന്ന് അറിയിച്ചു. അത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലാണ് എന്നും ഈ ഹോട്ടലിന്റെ റെസ്റ്റോറൻറ്റിലാണെന്നും കൂടി അറിയിച്ചപ്പോൾ എന്തായിരിക്കും സർപ്രൈസ് എന്ന സംശയമായിരുന്നു അർച്ചനയ്ക്കും ഗോകുലിനും. റൂമിലേക്ക് എത്തിയ അർച്ചനയും ഗോകുലും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ശോഭ റൂമിലേക്ക് പോയതിനു ശേഷം അവന്തികയോട് ശോഭ പറഞ്ഞു, എന്തായാലും മോളെ, എത്രയോ വർഷമായിട്ട് എത്രയോ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് മോൾ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള നിയോഗം എനിക്കാണ് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഞാൻ ഇതിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതും എത്രയും വേഗത ചെയ്തു തീർക്കുക എന്നതും എൻ്റെ കൂടി ആവശ്യമല്ലേ എന്ന് അവന്തിക പറയുമ്പോൾ അത് കേട്ട് സംശയത്തോടെ ശോഭ ചോദിച്ചു, അല്ല അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അല്ലമ്മേ, അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകണമെന്ന് ഞാനും അതിയായി ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായെന്ന് പറഞ്ഞപ്പോൾ ശോഭ സന്തോഷത്തോടെ മോളോട് എത്ര നന്ദി പറഞ്ഞാലും അതിന് മതിയാവില്ല എന്ന് പറഞ്ഞ് അവന്തികയെ പ്രശംസിച്ചുകൊണ്ട് ശോഭ അവന്തികയോടൊപ്പം വരുന്നു. അതിനുശേഷമാണ് കമലമ്മ തിരിച്ച് വീട്ടിലേക്ക് എത്തി വിവരങ്ങളൊക്കെ ആരതിയോടും അനഘയോടും സ്നേഹയോടുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും അനഘയും സ്നേഹയും ചോദിച്ചു, അല്ലമ്മേ, ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുമ്പോൾ അത് സച്ചിയേട്ടൻ അറിഞ്ഞാൽ ഒരിക്കലും അതിനെ അനുവദിക്കില്ലല്ലോ, സച്ചിയേട്ടൻ അതിനോട് എതിർക്കില്ലേ, സച്ചിയേട്ടൻ വലിയ ബഹളം ഉണ്ടാക്കും എന്ന് പറഞ്ഞതും കമലമ്മ പറഞ്ഞു, അതെ, ഇങ്ങനെയൊരു ചടങ്ങ് നടത്താൻ ഞാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞാൽ അവൻ ഈ വീട് തന്നെ തകിടം മറിച്ചു വെക്കും. അവന്റെ മനസ്സിൽ ഇപ്പോഴും അവന്റെ കുഞ്ഞും ഭാര്യയും ജീവനോടെ ഉണ്ടെന്നും അവരെന്നെങ്കിലും അവന്റെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് അവൻ ജീവിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ പോകുന്നത് അത് എൻ്റെ ഒരു ആത്മശാന്തിക്ക് വേണ്ടിയാണ് എന്ന് കമലമ്മ അറിയിച്ചു.
അതുകൊണ്ട് നാളെ എന്തായാലും രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി ആ ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇനി സച്ചി എങ്ങനെ കാര്യം അറിയുമോ എന്ന് ആലോചിച്ച് ടെൻഷനോടെ കമലമ്മ ഇരിക്കുമ്പോൾ സച്ചി അവിടേക്ക് എത്തി. നാളെ അമ്മ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചു. അമ്മ ഏത് ക്ഷേത്രത്തിലേക്കാ പോകുന്നത് എന്ന് സച്ചി വന്ന് ചോദിക്കുമ്പോഴേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന ആതിരയും സ്നേഹയും അനഘയും കൂടി അന്തിച്ചിങ്ങനെ സച്ചിയെ നോക്കുവാണ്. ഉടനെ സച്ചി ചോദിച്ചു, അല്ല നിങ്ങളുടെ എല്ലാവരുടെയും നോട്ടം കണ്ടു കഴിഞ്ഞാൽ എവിടെയോ ബോംബിടാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ച പോലെ ഉണ്ടല്ലോ, അല്ല എന്താ എല്ലാവരും ഇങ്ങനെ അന്തിച്ചു നോക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു, അത് പിന്നെ മോനെ, ഞാൻ നാളെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നതേ നമ്മുടെ പരശുരാമ ക്ഷേത്രത്തിലാണ്. കുറെ നാളായി അവിടെ വരെ ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇതുവരെയായിട്ടും സാധിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും അത് കേട്ടതോടെ സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ടമ്മേ. കാരണം ഞാനും അവിടെ ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്, ഇതുവരെയായിട്ട് നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് നാളെ നമുക്ക് ഒന്നിച്ചു പോകാമേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മറുപടി ഒന്നും പറയാതെ കമലമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി ചോദിച്ചു, അല്ല അമ്മയ്ക്ക് നാളെ മറ്റെന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ, മറ്റെവിടെയെങ്കിലും പോകാനായിട്ട് അമ്മയ്ക്ക് വല്ലോ തീരുമാനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, എവിടെ പോകാനാ മോനെ, എങ്ങും പോകാനില്ല, നാളെ ക്ഷേത്രത്തിൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. അപ്പോഴാണ് അവിടെ നിന്ന് സ്നേഹ ചോദിച്ചത്, അല്ല ഏട്ടാ നാളെ അപ്പൊ കുട്ടികളെ കൊണ്ട് ഏട്ടന് സ്കൂളിൽ പോകണ്ടേ, രാവിലെ ഏട്ടൻ എങ്ങനെയാ ക്ഷേത്രത്തിൽ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നാളെ അവധിയല്ലേ, നാളെ ഏത് സ്കൂളാണ് ഉള്ളത്, നിങ്ങളൊന്നും ഈ നാട്ടിലല്ലേ എന്ന് ചോദിച്ച് സച്ചി ചിരിച്ചു. അപ്പോഴേക്കും കമലമ്മ ആകെ ടെൻഷനിലായി. നാളെ തൻ്റെ കൂടെ സച്ചി വന്നു കഴിഞ്ഞാൽ ആ ഒരു കർമ്മം പൂർത്തിയാക്കാൻ തനിക്ക് സാധിച്ചെന്ന് വരില്ല, അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുമല്ലോ എന്നോർത്ത് ആകെ വിഷമിച്ച് കമലമ്മ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും സച്ചി പറഞ്ഞു, അമ്മേ നാളെ രാവിലെ അപ്പം ഞാനും ഉണ്ട് കൂടെ, നമുക്ക് ഒരുമിച്ച് പോകാട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് കമലമ്മ തല കുലുക്കി. സച്ചി കൂടെ വരുന്നു എന്ന് അറിഞ്ഞതോടെ ആകെ ടെൻഷനായി എല്ലാവർക്കും. ഇതിൽ നിന്ന് എന്താ ഒരു പോംവഴി എന്ന് ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തികയുടെ വീട്ടിലുള്ള സന്ദീപന് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ട് മൂർത്തി സന്ദീപിന്റെ മനസ്സിൽ കൂടുതൽ വിഷം കുത്തി വെക്കുകയായിരുന്നു. ശരിക്കും സന്ദീപ് സാറിന്റെ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാര് സച്ചിയും ആ കുടുംബക്കാരും എല്ലാവരുമാണ്. ഇപ്പോ സാറിന്റെ ഭാര്യയെ തന്നെ സാറിന് അകറ്റി നിർത്തിയതും അവരുടെ എല്ലാവരുടെയും ഗുണദോഷമാണ്. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെയെല്ലാം ആതിരയെ സച്ചിയിൽ നിന്ന് സന്ദീപ് സാറിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്. എന്തായാലും സാറേ, ഇങ്ങനെ ഒരു ചതി സാറിനോട് കാണിക്കുന്ന അവരെ ഒരു കാരണവശാലും വെറുതെ വിടരുതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ സന്ദീപ് പറഞ്ഞു, എനിക്കറിയാടോ, എൻ്റെ കുടുംബത്തെ തകർത്തെറിയാനും എനിക്കെല്ലാം നഷ്ടപ്പെടുത്താനും കാരണക്കാരൻ അയാൾ ഒറ്റയൊരുത്തനാ. അയാളാണ് ഇപ്പൊ എൻ്റെ കുടുംബവും ഇല്ലാതാക്കാൻ നോക്കുന്നത്. അയാളെ ഞാൻ വെറുതെ വിടില്ല. എന്തായാലും ആതിരയുടെ സത്യങ്ങൾ പറഞ്ഞ് ആതിരയെല്ലാം മനസ്സിലാക്കി എൻ്റെ അരികിലേക്ക് തിരിച്ചു വരും, അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. പണം ഉണ്ടാക്കണം എനിക്ക്, എൻ്റെ കുടുംബത്തെ പുലർത്താനുള്ള പണം എനിക്ക് ഉണ്ടാക്കണം. അങ്ങനെ ആയി കഴിയുമ്പോൾ ഞാൻ വിളിക്കുന്നിടത്തേക്ക് എൻ്റെ ആതിര വന്നോളുമെന്ന് പറഞ്ഞ് സന്ദീപ് വീണ്ടും മദ്യം കുടിച്ച് ഒടുവിൽ ബോധം കെട്ട് ആ ടേബിളിലേക്ക് കിടക്കുമ്പോൾ തൻ്റെയും അവധിക മേഡത്തിൻ്റെയും നീക്കങ്ങൾ കൃത്യമായി തന്നെ കുറുക്കിക്കൊള്ളുന്നുണ്ട് എന്ന അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ടങ്ങനെ നിൽക്കുകയാണ് മൂർത്തി. ഈ സമയത്താണ് അവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയത്. ഗോകുലിനും അർച്ചനയ്ക്കും സ്പെഷ്യലായിട്ട് താൻ ഇന്ന് ഇവിടെ ഒരു ഡിന്നർ ഒരുക്കിയിരിക്കുന്നതെന്ന് അവന്തിക അറിയിച്ചു. അതുകൊണ്ട് രണ്ടുപേർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ച് കഴിക്കണമെന്നൊക്കെ അവന്തിക പറയുമ്പോൾ ഗോകുൽ പറഞ്ഞു, എന്തായാലും ഇങ്ങനെയൊരു ട്രീറ്റ് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല എന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്തിക പറഞ്ഞു, അതെ, ഇവിടെ വരുമ്പോൾ ഞാൻ ഇന്നും ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്, അവിടെയും പോകാറുണ്ട്. ആ ദേവീക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ കൂടുതലും വരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ വിവാഹിതരാകാൻ പോകുന്നവരും വിവാഹിതരായിട്ടുള്ളവരുമാണ്. കാരണം അവരുടെ ദാമ്പത്യ ജീവിതം എന്നും സന്തോഷകരമായിരിക്കാനും അവരുടെ ജീവിതം എന്നും സന്തോഷപൂർണമായി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും വേണ്ടി ദേവിയുടെ കടാക്ഷം നേടുന്നതിനും വേണ്ടി ഒരു പ്രത്യേക വഴിപാട് അവിടെ നടത്തുന്നുണ്ട്, ഒരു താലി പൂജ. അതാണ് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. അത് മാത്രമല്ല, ഭദ്രകാളി ക്ഷേത്രത്തിലെ വേറൊരു വഴിപാട് കൂടിയുണ്ട്. അവിടെ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്നവർ അവരുടെ താലി പൂജിക്കാൻ കൊടുക്കുന്ന ഒരു ചടങ്ങ്. അവരുടെ ആ താലി ഒരിക്കൽ കൂടി ദേവിയുടെ മുന്നിൽ പൂജിച്ചിട്ട് ആ താലി വീണ്ടും അവരുടെ കഴുത്തിലേക്ക് ദേവിയുടെ തിരുസന്നിധിയിൽ വെച്ച് താലി ചാർത്തുന്നു. അങ്ങനെ ഒരു വഴിപാടാണ് അവിടെ നടത്താറുള്ളത്. അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പുതിയ താലിയൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നും നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഊരി ദേവിക്ക് മുന്നിൽ പൂജ ചെയ്തതിന് ശേഷം അതേ താലി തന്നെയാണ് നമ്മുടെ കഴുത്തിൽ അണിയിക്കുന്നത് എന്നും കൂടി പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും വലിയ അതിശയത്തോടെ ശോഭ പറഞ്ഞു, അങ്ങനെ ഒരു ചടങ്ങുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ക്ഷേത്രത്തിൽ പോയി നടത്തിയാലോ? കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ നമ്മൾ തീരുമാനിച്ചതായിരുന്നല്ലോ. പക്ഷേ അത് രാജീവിന്റെ ആക്സിഡന്റ് കാരണം അന്ന് അത് സാധിക്കാതെ പോയത്. എന്നാൽ ഇനി ഇങ്ങനെയൊരു ചടങ്ങ്, ഇതുപോലൊരു അവസരം, ഒരു വഴിപാടും ഈ ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടുമ്പോൾ സത്യത്തിൽ അന്ന് ആ വഴിപാട് മുടങ്ങിപ്പോയത് തന്നെ ഇവിടെ വന്ന് ദേവിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയായിരിക്കാം. അതുകൊണ്ട് നമുക്ക് ആ ചടങ്ങ് നടത്തിയാലോ എന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ശോഭ ചോദിച്ചു.
അത് കേട്ടതും അർച്ചനയും ഗോകുലും വല്ലാത്ത ഞെട്ടലോടെ പരസ്പരം നോക്കി. ഗോകുലിന്റെ മനസ്സിൽ അപ്പോഴുണ്ടായത്, അങ്ങനെ ഒരു താലികെട്ട് ചടങ്ങ് നടക്കുകയാണെങ്കിൽ അത് അർച്ചനയുടെ മനസ്സിൽ, സമൃദ്ധിയുടെ മനസ്സിൽ, സമൃദ്ധിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സമൃദ്ധ സ്വയം മനസ്സ് അർപ്പിച്ച്, സമൃദ്ധ സ്വയം അംഗീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് വരണം. മനസ്സാലെ അങ്ങനെ സമൃദ്ധ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം സന്തോഷകരമാവുകയുള്ളൂ എന്നും, അങ്ങനെ ഒരു ജീവിതം മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഗോകുൽ മനസ്സ് ചിന്തിക്കുമ്പോൾ അർച്ചന വല്ലാത്ത ടെൻഷനോടെ ഇരിക്കുന്നത് അവന്തിക ശ്രദ്ധിച്ചു. ഗോകുലിന്റെ മനസ്സ് മുഴുവൻ അർച്ചനയോടുള്ള സ്നേഹമാണെന്ന് ആ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ അർച്ചനയുടെ മനസ്സിൽ, അവളുടെ മനസ്സിൽ എന്താണുള്ളത്, അവൾ എന്താ ചിന്തിക്കുന്നത്? എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാ. സ്വന്തമല്ലാത്തൊരു ഭർത്താവും സ്വന്തമല്ലാത്ത ഒരു മോളും, ഇനി അവൾക്ക് പോലും ഓർമ്മയില്ലാത്ത അവളുടെ ഭൂതകാലം എന്നേക്കുമായി അവസാനിക്കാനും പോകുന്നു. ഇനി സച്ചിയിലേക്ക് ഒരു തിരിച്ചുവരവ് അവൾക്കുണ്ടാകാൻ താൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന മനസ്സിൽ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അവന്തിക. അപ്പോഴാണ് സച്ചി നാളെ തൻ്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു യാത്ര എങ്ങനെ ഒഴിവാക്കുമെന്നതിനെ കുറിച്ച് തലപോഞ്ഞ് ആലോചിക്കുകയായിരുന്നു മുറിയിലെത്തിയ കമലമ്മ. അപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചെത്തിയ അവന്തികയോട് ശോഭ പറഞ്ഞു, നാളെ നടക്കാൻ പോകുന്ന ചടങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ മോളെ? എല്ലാം മംഗളകരമായി നടന്നാൽ മതിയായിരുന്നു. മോളെ എന്തായാലും കൃത്യസമയത്താണ് ഭഗവാൻ എൻ്റെ മുന്നിൽ എത്തിച്ചത്. ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് ഭംഗിയായി ചെയ്തു തരാൻ മോൾ എൻ്റെ കൂടെ ഉണ്ടായല്ലോ. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ അവന്തിക അബദ്ധത്തിൽ പറഞ്ഞു, ഇത് എൻ്റെ കൂടി ആവശ്യമല്ലേ എന്ന്. അത് കേൾക്കുന്നതോടെ സംശയത്തോടെ ശോഭ നോക്കുമ്പോൾ അവന്തിക പറഞ്ഞു, അല്ല, എൻ്റെ സുഹൃത്താണല്ലോ സമൃദ്ധ. അപ്പോൾ സമൃദ്ധിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായത്. അതുകൊണ്ട് ഇനി അവരുടെ ജീവിതം എന്ന് സന്തോഷകരമായി തന്നെ നിലനിന്ന് പോകും അമ്മേ എന്ന് അമ്മ സമാധാനത്തോടെ ഇരിക്കെ എല്ലാം മംഗളകരമായി നടക്കുമെന്ന് കമലമ്മേ ശോഭയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവന്തിക ശുഭാപ്തി വിശ്വാസം നൽകി അങ്ങനെ കാത്തിരുന്നു. അപ്പോഴാണ് മുറിയിലെത്തിയ അർച്ചനയും ഗോകുലും വല്ലാത്ത ടെൻഷനിലായിരുന്നു. ഗോകുല് നാളെ നടക്കാൻ പോകുന്ന കല്യാണത്തെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത എക്സൈറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴേക്കും അർച്ചനയുടെ മുഖത്ത് വല്ലാത്ത നിരാശയായിരുന്നു. ഉടനെ ഗോകുൽ ചോദിച്ചു, എന്തു പറ്റിയിടോ, താനാകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അല്ല ഗോകുൽ, ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവളുടെ കഴുത്തിൽ താലി വീഴുന്ന ആ മുഹൂർത്തം അത് അവളുടെ മരണം വരെ മറക്കാത്ത ഒരു നിമിഷം തന്നെയായിരിക്കും. അവളുടെ ഓർമ്മകളിൽ നിന്നും നിലനിൽക്കുന്ന ഒരു സുന്ദര മുഹൂർത്തം. എന്നാൽ ആ ഒരു മുഹൂർത്തം എനിക്ക് മാത്രം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമില്ല. അങ്ങനെ ഒരു മുഹൂർത്തത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ പോലും നല്ലൊരു നിമിഷം പോലും ഇല്ലല്ലോ എന്ന് അർച്ചന സങ്കടത്തോടു കൂടി പറയുമ്പോൾ അത് കേൾക്കുന്ന ഗോകുൽ പറഞ്ഞു, എടോ, താൻ അതൊക്കെ മറന്നുകളാ. എന്തായാലും നാളെ അങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോകല്ലേ. ഇനി മുതൽ ആ പുതിയ ഓർമ്മകൾ മാത്രം മതി. പഴയ ഓർമ്മകളൊക്കെ പൊയ്ക്കോട്ടെ, അതൊക്കെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. അതെല്ലാം മറന്നു കളഞ്ഞേക്ക്. ഇനി നമ്മുടെ ജീവിതത്തിൽ പുതിയ ഓർമ്മകൾ മാത്രം മതി. നാളെ നടക്കുന്ന ആ താലികെട്ട് ചടങ്ങ് തന്നെ ഇനി എന്നും സമൃദ്ധിയുടെ മനസ്സിലെ ഒരു നല്ല മായ്ക്കാത്ത ഒരു ഓർമ്മയായി, മറക്കാത്ത ഒരു ഓർമ്മയായി അങ്ങനെ നിലനിന്നോളുമെന്ന് ഗൂഗിൾ അറിയിക്കുമ്പോൾ അർച്ചനയുടെ മനസ്സ് അപ്പോഴും ആകെ അസ്വസ്ഥമായിരുന്നു. എങ്കിലും ഈ ഒരു ചടങ്ങിനെ കുറിച്ച് ഓർത്ത് വല്ലാത്ത ടെൻഷനോട് അർച്ചന ഇരിക്കുമ്പോൾ ഗൂഗിൾ പറഞ്ഞു, എടോ, തൻ്റെ മനസ്സിന് അങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നതിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്ക്. ഇനി അതല്ല, തൻ്റെ മനസ്സിന് അതിന് അനുകൂലമാണെങ്കിൽ മാത്രം നമുക്ക് ഈ ചടങ്ങ് നടത്താം. എന്തായാലും തൻ്റെ അഭിപ്രായവും തൻ്റെ താല്പര്യവുമാണ് എനിക്ക് പ്രധാനം എന്ന് ഗൂഗിൾ അറിയിച്ചു. അപ്പോഴേക്കും മുറിയിലിരുന്ന് ആലോചിക്കുന്ന കമലമ്മയെ കണ്ടുകൊണ്ട് അരികിലേക്ക് എത്തി അനഘ ചോദിച്ചു, അല്ല, അമ്മ എന്തെങ്ങനെ ചിന്തിക്കുന്നത്? അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു, നാളത്തെ ചടങ്ങ് സച്ചി എൻ്റെ കൂടെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അവനെ കൂടെ കൊണ്ടുപോയാൽ എന്തായാലും ആ കർമ്മം നടത്താൻ അവൻ സമ്മതിക്കില്ല, അത് തീർച്ചയാ. അതുകൊണ്ട് ആ ചടങ്ങ് നടത്താതിരിക്കുന്നതിന് വേണ്ടി അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യും. അവനെ കൂടെ കൂട്ടാതെ പോകുന്നതിന് എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ എന്ന് മോളൊന്ന് എനിക്ക് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ അനഘ ചോദിച്ചു, അല്ലമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ പ്രായമായവരുടെ മരണശേഷം പ്രായമായവർക്ക് അല്ലെങ്കിൽ കാരണവന്മാർക്ക് മക്കളാണ് ബലിതർപ്പണം ചെയ്യാറുള്ളത്. എന്നാൽ മക്കൾക്ക് വേണ്ടി കാരണവന്മാർ ബലിതർപ്പണം ചെയ്യുന്ന കഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങ് ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കമലമ്മ പറഞ്ഞു, ശാരടി മാഷ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ദോഷവശങ്ങളൊന്നും ഇല്ല എന്നാണ് തന്നോട് പറഞ്ഞതെന്ന് കമലമ്മ അറിയിച്ചപ്പോൾ ഉടനെ അനഘ ചോദിച്ചു, അല്ലമ്മേ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇത്രയും നാളും അമ്മ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർച്ചനയെടുത്തി ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന വിശ്വാസത്തിലായിരുന്നല്ലോ അമ്മ ജീവിച്ചിരുന്നത്. പെട്ടെന്ന് എന്താ അമ്മയുടെ മനസ്സിൽ ആ ഒരു വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല മോളെ, എൻ്റെ മനസ്സെന്തോ വല്ലാതെ അങ്ങനെ ഒരു ആശങ്കയിലേക്ക് വഴിമാറി. ഇപ്പോൾ അങ്ങനെ ഒരു ധൈര്യം ഈ അമ്മയ്ക്കില്ല. പണ്ടത്തെ കമലമ്മയല്ല ഇപ്പോ. അതാണ് എൻ്റെ മനസ്സിന്റെ ധൈര്യം എല്ലാം ചോർന്നു പോയെന്ന് കമലമ്മ സങ്കടത്തോടെ പറയുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന കമലമ്മയുടെ മക്കൾ കേട്ടു നിന്ന ഉടനെ അനഘ പറഞ്ഞു, എന്തായാലും അപ്പോ ഈ നടത്തുന്ന ചടങ്ങ് ഇനിയൊരു പക്ഷേ ഏട്ടത്തി ജീവനോടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ചടങ്ങ് നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ
കമലമ്മ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൾ ഇതുവരെ അനുഭവിച്ച എല്ലാ ത്യാഗങ്ങൾക്കും, അവൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരം, അതിനുവേണ്ടിയുള്ള ഒരു ബലിതർപ്പണമായി മാറിക്കോട്ടെ അത് എന്നതായിരുന്നു കമലമ്മയുടെ മറുപടി. എന്നാ നാളെ ശശിയേട്ടനെ അമ്മയോടൊപ്പം പറഞ്ഞയക്കാതിരിക്കാൻ, അമ്മയോടൊപ്പം ശശിയേട്ടൻ വരാതിരിക്കാനായിട്ട് ഒരു മാർഗമുണ്ട് എന്ന് അറിയിച്ചപ്പോ എന്താണെന്ന് വല്ലാത്ത പ്രതീക്ഷയോടെ കമലമ്മ ചോദിച്ചു. അപ്പോഴേക്കും അനഘ പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാമേ, നാളെ അമ്മ അവിടെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് അമ്മ പോയിക്കണം. സ്വാഭാവികമായിട്ടും നാളെ കുട്ടികൾക്ക് പഠിത്തമില്ലാത്തത് കൊണ്ട് ശശിയേട്ടനെ എഴുന്നേൽക്കാൻ വൈകും. അപ്പോ ഒരു കുഴപ്പമില്ല, അമ്മ അന്നേരത്തേക്കും ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയാൽ മതി എന്നറിയിച്ചു. അത് കേട്ടതോടെ ടെൻഷനോടെ കമലമ്മ ചോദിച്ചു, അല്ല മോളെ, അങ്ങനെ ഞാൻ പോകുമ്പോൾ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് എന്നെ അന്വേഷിക്കില്ലേ, അതും പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചപ്പോ, അന്നേരം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞ് ശശിയേട്ടനെ സമാധാനപ്പെടുത്തിക്കോളാം. എന്തായാലും അമ്മ രാവിലെ തന്നെ ശശിയേട്ടൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അതല്ലാതെ വേറൊരു മാർഗം ഇതിനില്ലായിരുന്നു.